അങ്ങനെ UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. നമ്മളിൽ കുറച്ച് ആളുകൾക്ക് പ്രതീക്ഷ റിസൾട്ട് ലഭിച്ചു, JRF നെറ്റും. കുറച്ച് ആളുകൾക്ക് പ്രതീക്ഷ റിസൾട്ട് ലഭിച്ചില്ല. ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്ത ആളുകളോടാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ആദ്യമായിട്ട് എല്ലാ JRF ഹോൾഡേഴ്സിനും നെറ്റ് ഹോൾഡേഴ്സിനും കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ ഒരുപാട് കാലത്തെ എഫേർട്ടും ഹാർഡ് വർക്കും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത സമയത്തിൻ്റെയും ഒക്കെ ഒരു ഔട്ട്കമാണ് ഈ റിസൾട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എന്നുള്ളത്. ഇതിലാദ്യം 2 ടൈപ്പ് ഓഫ് റിസൾട്ടുള്ള ആളുകളുണ്ടാകും. അതിൽ തന്നെ ഒന്ന് നെറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും JRFന് ഫോക്കസ് ചെയ്യാതെ നെറ്റ് ക്വാളിഫൈ ചെയ്തവരും JRF ക്വാളിഫൈ ചെയ്ത ആളുകളും, പിന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്ത് JRFന് വേണ്ടിയിട്ട് വീണ്ടും പരിശ്രമിക്കുന്ന ആളുകളുണ്ടാകും. സോ ആദ്യം ഞാൻ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ഈ ഒരു കേസിൽ കണ്ടെത്തിയ ആളുകളോടാണ് പറയാൻ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഇനി JRF എഴുതാനൊരു ഓപ്ഷൻ ഇല്ലാതെ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും JRF ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും നിങ്ങളുടെ അക്കാഡമിക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജയങ്ങളിലൊന്നാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ ഇമ്മീഡിയറ്റ്ലി നിങ്ങളത് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ അതിൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. പരമാവധി ട്രീറ്റ് കൊടുക്കേണ്ട ആളുകൾക്ക് ട്രീറ്റൊക്കെ കൊടുക്കുക. എല്ലാവരോടും ആ സന്തോഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി. രണ്ടാമതായിട്ട്, ഇത് ഒരു ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ടിലേക്കോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിലേക്കോ ഒന്നും എത്തുന്ന റിസൾട്ടല്ല. മറിച്ച് നമ്മുടെ അക്കാഡമിക് ലൈഫിലെ ഒരുപാട് പ്രധാനപ്പെട്ട ഇനിയുമുള്ള യാത്രകളിലേക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഇനീഷ്യൽ സന്തോഷങ്ങളും ഷെയറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാവിയെക്കുറിച്ച് ആലോചിക്കുക. PG കഴിയാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് PG കഴിയുക. JRFൻ്റെ ലെറ്റർ നിങ്ങൾക്ക് വരും, മേ ബി ബൈ നെക്സ്റ്റ് മന്ത്. അങ്ങനെ JRFൻ്റെ ലെറ്റർ വന്ന് 3 മാസത്തിനുള്ളിലാണ് നിങ്ങൾ ഈ എക്സാം ഈ ഒരു JRF ഉപയോഗിച്ച് PhDക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം PG കഴിയാനൊക്കെ ആയ ആളുകൾ PhDയെക്കുറിച്ച് ആലോചിക്കുക, യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് ആലോചിക്കുക, സിനോപ്സിസിനെ കുറിച്ച് ആലോചിക്കുക. കാരണം PhDക്ക് ഗൈഡ്, സിനോപ്സിസ്, അങ്ങനെ പല ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് തുടങ്ങുക. ബിക്കോസ് ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ജേണിയിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ഒരുപാട് മൈൽ സ്റ്റോണുകൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ മുന്നോട്ട്. അതോടൊപ്പം തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ, അതായത് ഇനിയൊരു JRF അവസരമില്ലാത്ത ആളുകൾ, നിങ്ങളും ഇതുപോലെ PhDക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുക. PhDക്ക് വേണ്ടിയിട്ടുള്ള സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ PG കംപ്ലീറ്റ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ PG കംപ്ലീറ്റ് ആക്കുക. സോ എന്താണ് ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ലൈഫിലെ അക്കാഡമിക് ലൈഫിൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുകയും ചെയ്യുക. ഇതാണ് ഇനി ഇപ്രാവശ്യം നെറ്റ് കിട്ടിയിട്ട് JRFന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ JRF പ്രതീക്ഷ നെറ്റ് കിട്ടിയ അല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും എഴുതണം JRFന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോട് ആദ്യം ഡെഫിനറ്റ്ലി പെട്ടെന്ന് തന്നെ നിങ്ങൾ JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഫസ്റ്റ്ലി എൻജോയ് യുവർ സക്സസ്. അതായത് നിങ്ങളുടെ സബ്ജക്റ്റിലെ, സപ്പോസ് ഹിസ്റ്ററിയിലെ ഈ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ബി പ്രൗഡ് അബൌട്ട് ദാറ്റ്. PhD പോലും പലപ്പോഴും ഗൈഡ്, യൂണിവേഴ്സിറ്റി പരിചയം, മറ്റു പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എൻറ്റയർലി ബേസ്ഡ് ഓൺ യുവർ ക്വാളിഫിക്കേഷൻ ഓർ ബേസ്ഡ് ഓൺ യുവർ നോളജ്. അപ്പം നിങ്ങൾ ഒരു തവണ നെറ്റ് കിട്ടിയിട്ട് വീണ്ടും നെറ്റ് കിട്ടിയ ആളുകളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ നിങ്ങളുടെ സബ്ജക്റ്റിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സമയം കിട്ടുമ്പോൾ വീണ്ടും നിങ്ങളത് ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ സബ്ജക്റ്റിലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുള്ളത്. സോ ബേസിക്കലി യു ഹാവ് ദാറ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ എഫേർട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. വരുന്ന ജൂണിൽ തന്നെ യു ഹാവ് അനദർ ഓപ്ഷൻ. നിങ്ങൾക്ക് വളരെ ചെറിയ മാർക്കിന് മാത്രമായിരിക്കും മോസ്റ്റ് പ്രോബ്ലി എക്സാം മിസ്സായിട്ടുണ്ടാവുക. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈമിൽ JRF ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. അക്കാഡമിക് ജീവിതത്തിലെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. താങ്ക് യു.